കാരമുക്കി ശ്രീ ചിദംബര ക്ഷേത്രം. ഗുരുദേവൻ നടത്തിയ ദീപപ്രതിഷ്ഠയുടെ മഹാത്മ്യവും ചൈതന്യവും പുണ്യതീർത്ഥഗാനം. രചന സജീവൻ. കാരമുക്ക്. കാരമുക്കിലെ ചിദംബര ക്ഷേത്രം ഗുരുദേവൻ തെളിയിച്ച ദിവ്യദീപം മനസ്സുകളിൽ ജ്ഞാനപ്രകാശം, ഭക്തരുടെ ഹൃദയത്തിൽ ശാന്തിപാദം. ഓം ഗുരുനാഥ, ഓം ഗുരുനാഥ. ഗുരുവിന്റെ തെക്കൈകളാൽ തെളിഞ്ഞ ആ ജ്വാലയിൽ ദിവ്യ തേജസ്സുണ്ട്. നാനാമതസ്ഥരും ചേർന്നു ചൊല്ലും ഇവിടെയാണ് ഐക്യത്തിന്റെ പുണ്യം. പുണ്യമായിരിക്കുന്ന ഈ ഭൂമി ഗുരുവിന്റെ സ്മാരമേ ഉയർത്തുന്നു. ദീപത്തിന്റെ പ്രകാശമെന്നാലോ അത് മനുഷ്യരെ ഒന്നാക്കുന്നു. ഇരുണ്ട വഴികളിൽ അലഞ്ഞു നടക്കുന്ന അനേകർക്ക് വഴി കാട്ടിക്കൊണ്ടിരിക്കുന്ന ഗുരുവിന്റെ ദിവ്യ ദർശനം കാരമുക്കിൽ ഉയർന്നിരിക്കുന്നു. ഗുരുവചനം കാട്ടിൽ പടരുമ്പോൾ പുണ്യപ്രഭ ഞങ്ങളിലിറങ്ങുന്നു. സ്നേഹത്തിന്റെ തീപിടിപ്പായി മനസ്സുകളെല്ലാം തെളിഞ്ഞുണരുന്നു. മതം ഭാഷ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഇവിടെ കൈകൂപ്പുന്നു. ആത്മീയ ചൈതന്യം നിറഞ്ഞു പൊങ്ങ പുണ്യമായി തീർത്ഥം വിളങ്ങുന്നു. വർഷങ്ങൾ കടന്നാലും മങ്ങാത്ത ദീപത്തിലെ അദ്ഭുതശക്തി, കണ്ണീരൊപ്പുന്ന വേദനകളെ പോലും ഗുരുവിന്റെ ജ്വാല മറയ്ക്കുമ്പോൾ പാതികരെ വിളിച്ചു വരുത്തി ശാന്തിയുടെ ചൂടണക്കുന്നതുപോലെ കാരമുക്കിലെ ദീപപ്രഭ ജീവിതമുഖത്ത് പ്രകാശമാകുന്നു. വഴിപാടായി നമുക്കെത്തുന്നവർ പിടിമണ്ണിൽ കാൽ വയ്ക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ തീരമാളിയാം ഗുരുവിന്റെ നല മനസ്സിലൊഴുകി പോരും. ഗുരുവിന്റെ നന്മപാത മനുഷ്യരെ ഒന്നാക്കുന്ന വഴിയാണ്. ഇവിടെയാണ് സകല ഭക്തരും ഒന്നായി ശരണം പ്രാപിക്കുന്നത്. പൂവിട്ട് മാലകളുമായി പുണ്യദിനങ്ങളിൽ ജനങ്ങൾ നേരപ്പറമ്പിലെ ശബ്ദങ്ങളിൽ പോലും ഗുരുസ്മരണം മുഴങ്ങി വരും. പ്രാർത്ഥനയുടെ ജപമാലകൾ പോലെ നമ്മുടെ ദീനങ്ങൾ മാറുമ്പോൾ ദീപത്തിന്റെ കണിക്കൊടി ജീവിത പാതയിൽ ചൊരിയും സാന്ത്വനം. സ്ഥാപിച്ച ഗുരുദീപം കരുണയുടെ ആകാശം തുറക്കുന്നു. സത്യത്തിന്റെ പാതിയിലൂടെ എല്ലാവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. നാനാമതങ്ങൾ, നാനാമുഖങ്ങൾ ഒന്നാകുന്ന തീ മണ്ണിലാണ് പുണ്യതീർത്ഥമെന്ന് വിളിക്കപ്പെടുന്ന കാരമുക്കി ഭക്തിദൈവമായോ കാരമുക്കിലെ ചിദംബര
ദീപം നാനാമതസ്ഥരോ